Good afternoon. Good afternoon, Miss. Good afternoon, Good Miss. afternoon, Miss. Good afternoon, Good ma'am. afternoon. Good afternoon. Okay, നമ്മളെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. എവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്? CSST കംപ്ലീറ്റ് ആയില്ലേ? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ഹൗസ് കീപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? ഇനി ഹൗസ് കീപ്പിംഗ് മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഓക്കെ, അവിടെ വരെ ക്ലിയർ ആണോ? CSST വരെയും കംപ്ലീറ്റ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് അടുത്തൊരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത്, ഹൗസ് കീപ്പിംഗ് കേട്ടോ. അപ്പൊ ഈ CSST ഹൗസ് കീപ്പിംഗ് എല്ലാം നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഹൗസ് കീപ്പിംഗിൽ എന്തായിരിക്കും അവർ ചെയ്യുന്ന ജോലി? എന്തായിരിക്കും അവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത്? ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ എന്തായിരിക്കും അവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത്? ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി എന്താ? ക്ലീനിങ് അല്ലെ? ആ ഒരു ഹോസ്പിറ്റല് മൊത്തമായിട്ട് ക്ലീൻ ആൻഡ് നീറ്റ് ആയി സൂക്ഷിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ് അല്ലെ? നമ്മൾ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ ക്ലീൻ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ? ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ വളരെ വൃത്തിയുള്ളതോ നീറ്റ് ആയിട്ടൊക്കെ കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നോക്കിയേ, housekeeping department, this department takes the charge of keeping the hospital clean and neat. എപ്പോഴും ഹോസ്പിറ്റൽ നല്ല വൃത്തിയുള്ളതാക്കി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതിന്റെ ആ ഒരു ചാർജ് അല്ലെങ്കിൽ ചുമതല ഏത് ഡിപ്പാർട്ട്മെന്റിനാണുള്ളത്? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് doing the laundry and cleaning all the rooms of hospital and effectively disposing of medical waste according to strict hospital disposal procedures. അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എല്ലാ റൂമുകളും വൃത്തിയാക്കുന്നത് ഇവര് തന്നെയാണ് അല്ലെ? ഒരു പേഷ്യന്റ് വന്നാൽ ആ പേഷ്യൻസിന് പുതിയൊരു റൂം റെഡിയാക്കി കൊടുക്കുന്നത്, അവരതിന് ആ ഒരു റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ആ റൂം അടുത്തൊരു പേഷ്യന്റിന് വേണ്ടി റെഡിയാക്കി നൽകുന്നത്, അപ്പൊ അതൊക്കെ ഇവര് തന്നെയാണ്. ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ റൂമുകളും എല്ലാ ഏരിയാസും വൃത്തിയാക്കി നീറ്റാക്കി കീപ്പ് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനാണുള്ളത്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ഡൂയിങ് ദ ലോണ്ട്രി. അതുപോലെ തന്നെ ലോണ്ട്രി, അപ്പൊ ലോണ്ട്രിക്ക് വേറൊരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൂടി ഉണ്ട്. ചില ഹോസ്പിറ്റലുകളിൽ ലോണ്ട്രി എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവാം. ചിലപ്പോൾ അത് ഈ ഹൗസ് കീപ്പിംഗ് ജോലി ചെയ്യുന്ന ഡ്യൂട്ടീസ് ചെയ്യുന്ന സ്റ്റാഫുകൾ തന്നെ ആയിരിക്കാം അത് വൃത്തിയാക്കേണ്ടത്. ലോണ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ? തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെ? എന്താണ് ലിനൻസ്, നമ്മുടെ ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങളുടെ വൃത്തിയാക്കുന്ന ആൾക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ചില ഹോസ്പിറ്റലുകളിലെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ ചെയ്യാറുണ്ട്. എന്നാൽ ഒരു വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ അത് അവർക്ക് മാത്രം മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ലോണ്ട്രി ആൻഡ് ലിനൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയാണ് ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ എഫക്റ്റീവ്ലി ഡിസ്പോസിംഗ് ഓഫ് മെഡിക്കൽ വേസ്റ്റ് അക്കോർഡിംഗ് ടു സ്ട്രിക്ട് ഹോസ്പിറ്റൽ ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. ഹോസ്പിറ്റലിൽ ഒരുപാട് മെഡിക്കൽ വേസ്റ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലെ? ആ മെഡിക്കൽ വേസ്റ്റ് എല്ലാം വളരെ കാര്യക്ഷമമായിട്ട് ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? ഈ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാണുമല്ലോ അല്ലെ? ഇവരാണ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് വേസ്റ്റും കാര്യങ്ങളും ഒക്കെ അവിടെ നിന്ന് മാറ്റുന്നത് അല്ലെ, കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന വേസ്റ്റസ് കൃത്യമായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമുക്ക് തോന്നിയ പോലെ അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്നും നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റില്ല. ആ ഹോസ്പിറ്റൽസിനനുസരിച്ച് അവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള വളരെ കർശനമായിട്ടുള്ള നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ നിയമങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ പാലിച്ചുകൊണ്ട് ആ നിയന്ത്രണങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം ഹോസ്പിറ്റലിലെ ഈ മെഡിക്കൽ വേസ്റ്റ് കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട രീതിയിൽ കൃത്യമായിട്ടുള്ള ഹോസ്പിറ്റൽ ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് തന്നെയായിരിക്കണം ഇത്
എന്ത് ചെയ്യേണ്ടത്? വളരെ കാര്യക്ഷമമായിട്ട് ഇത് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത്. അതിനു വേണ്ടിയുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്വവും ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലേക്ക് വരേണ്ട കാര്യം, എന്ത് ചുമതലയാണ് അവർക്ക് പ്രധാനമായിട്ടുള്ളത്? ഒരു ഹോസ്പിറ്റല് ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ചുമതല ആർക്കാണ് ഉണ്ടാവുക? ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനായിരിക്കും ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിലെ എല്ലാ റൂംസും പ്രത്യേകം പറയണ്ടല്ലോ അല്ലെ, ഹോസ്പിറ്റലിലെ എല്ലാ റൂമുകളാണെങ്കിലും ലോണ്ടറീസ് ആണെങ്കിലും ഒക്കെ നമ്മുടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത്. വലിയ വലിയ ഹോസ്പിറ്റലാകുമ്പോൾ ലോണ്ടറീസ് ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ലോണ്ടറി ആൻഡ് ലിവർ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായേക്കാം. എന്നാൽ മറ്റ് റൂമുകളും കാര്യങ്ങളും എല്ലാ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയാസും വൃത്തിയാക്കേണ്ടതും നീറ്റായിട്ട് സൂക്ഷിക്കേണ്ടതും ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന മെഡിക്കൽ വേസ്റ്റുകള് കൃത്യമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യേണ്ടതും അതെങ്ങനെയായിരിക്കണം? ആ ഹോസ്പിറ്റലിലെ കർശനമായിട്ടുള്ള ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് തന്നെയായിരിക്കണം അത് നിർമ്മാർജ്ജനം ചെയ്യേണ്ടതും. ഇതിനൊക്കെ ചുമതലയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഫിനിഷ് ആയി? ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. കാറ്ററിംഗ് എന്ന് പറയാറുണ്ട് കേട്ടോ. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ എന്താ പ്രധാനമായിട്ടും അവരുടെ ജോലി എന്തായിരിക്കും? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫുഡുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഹോസ്പിറ്റലിലെ ഫുഡുമായി ബന്ധപ്പെട്ട ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഇപ്പോ ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളിലോ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും ഇപ്പോ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ ഹോസ്പിറ്റൽ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് ഏതൊക്കെ ടൈപ്പ് നമുക്ക് നമ്മൾ ഓരോ ചാപ്റ്ററിൽ ഒരു ചാപ്റ്റർ ഉണ്ട് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, ഡയറ്ററി സർവീസസ്. അതിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പൊതുവായിട്ടുള്ള ഒരു ചുമതല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആർക്കൊക്കെ ഫുഡ് കൊടുക്കാം? ആർക്കൊക്കെ ആയിരിക്കും ഫുഡ് കൊടുക്കാൻ? ക്യാൻറ്റീൻസ് പോലെയുള്ളവ പ്രവർത്തിപ്പിക്കാം. ശരിയാണ്. അവിടുത്തെ വരുന്ന വിസിറ്റേഴ്സിനോ അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾക്കോ ഒക്കെ ആവശ്യമായിട്ടുള്ള ഫുഡുകൾ നൽകുക. അതോടൊപ്പം തന്നെ ഇൻപേഷ്യൻസിന്, ഏത് ഔട്ട് പേഷ്യൻസിനല്ല, പ്രധാനമായിട്ടും ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഇൻപേഷ്യൻസിനെയാണ് കേട്ടോ. അവിടെ താമസിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഫുഡ് സർവീസ് ആണ് പ്രധാനമായിട്ടും. അപ്പൊ അവിടുത്തെ പേഷ്യൻസ് ആവാം, ഇൻപേഷ്യന്റ് ആയിട്ടുള്ള ആളുകളാവാം, അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം അല്ലെ. നമ്മൾ ഈ ഹോസ്പിറ്റൽ ഇപ്പൊ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിക്ക ഹോസ്പിറ്റലിൽ ചെന്നാലും ഫുഡ് അവര് തന്നെയല്ലേ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇല്ലേ? നമുക്ക് ആവശ്യമുള്ളത് രോഗിക്ക് അവര് പറയുന്ന നിർദ്ദേശിക്കുന്ന ഭക്ഷണം മാത്രമേ കൊടുക്കുകയുള്ളൂ അല്ലെ. ബൈസ്റ്റാൻഡേഴ്സിന് നമ്മൾ തന്നെയാണ്. അവർക്ക് ആവശ്യമാണെങ്കിൽ ആവശ്യമുള്ള ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് വരുത്തി കൊണ്ടുവരാം അല്ലെ. ആ റൂമിൽ അവരെ എത്തിച്ചു തരും ഇല്ലേ. അതേസമയം ഡോക്ടർ പറയുന്ന നിർദ്ദേശപ്രകാരമുള്ള ഫുഡ് മാത്രമാണ് നമ്മൾ അവര് രോഗിക്ക് കൊടുക്കുക അല്ലെ. രോഗിക്ക് ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണവും തയ്യാറാക്കി കൊടുക്കുമോ അവര്? കൊടുക്കോ? ഇല്ല അല്ലെ. അവിടെ കൃത്യമായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാത്രമേ അവിടെ ഭക്ഷണം കൊടുക്കുന്നുള്ളൂ. ഈ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന റെസ്പോൺസിബിലിറ്റി, ദിസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് ഫുഡ് സർവീസസ് ടു ഇൻപേഷ്യൻസ്, their families and staff of the hospital based on a nutritional menu provided by the nutrition department. ഹോസ്പിറ്റലിലെ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കി നൽകുന്ന ന്യൂട്രീഷണൽ മെനു, പോഷകാഹാരങ്ങൾ അടങ്ങിയ മെനു അനുസരിച്ചാണ് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക്, അതുപോലെ അവിടെയുള്ള പേഷ്യൻസിന്റെ ഫാമിലി മെമ്പേഴ്സിന്, ഇൻപേഷ്യൻസിന് മുതലായവർക്ക് ഫുഡ് സർവീസുകൾ നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. And the dietitian is a member of the health team and works closely with nursing services personnel in meeting the patient's nutritional needs and in teaching. ഇപ്പൊ നമുക്കറിയാം ഒരു ഡയറ്റീഷ്യൻ ആണ് നമ്മുടെ കൃത്യമായിട്ടുള്ള ഡയറ്റ് മെനുവും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് അല്ലെ. ഓരോ പേഷ്യൻസിനും വ്യത്യസ്ത ഡയറ്റ് പ്ലാൻ ആയിരിക്കില്ലേ. ആ പേഷ്യൻസിന്റെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് അവർക്കുള്ള ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അല്ലെ. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും? ഒരേ ഡയറ്റ് പ്ലാനും അല്ലെങ്കിൽ ഒരേ മെനു ആയിരിക്കും അവർക്ക്, അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള ഫുഡാണോ അവർ കഴിക്കേണ്ടി വരിക?
അല്ല, അല്ലെ? വ്യത്യസ്തമാണ്. അപ്പൊ അങ്ങനെ ഓരോ ഇൻപേഷ്യൻസിന്റെയും മെഡിക്കൽ കണ്ടീഷൻ വ്യത്യസ്തമാണ്. അപ്പൊ അവർക്കനുസരിച്ച് അവരുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാനുകൾ തയ്യാറാക്കി നൽകുന്നത്. കാരണം ഓരോ പേഷ്യൻസിനും അവർക്ക് കഴിക്കാൻ പാടില്ലാത്ത കുറെ ഭക്ഷണങ്ങളുണ്ടാവും, അല്ലെ? അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. അങ്ങനെ എല്ലാം കൺസിഡർ ചെയ്താണ് ഒരു ഡയറ്റ് പ്ലാൻ ഒരു ഡയറ്റീഷ്യൻ തയ്യാറാക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോ പേഷ്യൻസിന് വേണ്ടി തയ്യാറാക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതായിരിക്കണം. അവർക്ക് ആവശ്യമായ എല്ലാ പോഷക ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു മെനു ആണ്, അല്ലെങ്കിൽ ഒരു ഡയറ്റ് പ്ലാൻ ആണ് തയ്യാറാക്കുക. അപ്പൊ അങ്ങനെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആരാണ് അതിന് സഹായിക്കുന്നത്? ഒരു ഡയറ്റീഷ്യൻ ആണ് അതിന് സഹായിക്കുന്നത്. അപ്പൊ ഡയറ്റീഷ്യൻ ശരിക്കും നമ്മുടെ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീമിലെ മെമ്പർ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഒരു നഴ്സോ ഡോക്ടറോ ഒക്കെ ഉള്ള പോലെ തന്നെ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടീമിന്റെ ഒരു മെമ്പർ തന്നെയാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു? നഴ്സിംഗ് സർവീസ് പേഴ്സണൽസ്, നഴ്സിംഗ് സർവീസ് നൽകുന്ന നമ്മുടെ അവിടെയുള്ള എംപ്ലോയീസുമായി വളരെ ക്ലോസ് ആയിട്ട് പ്രവർത്തിക്കുകയും ആ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് അവരുടെ ന്യൂട്രീഷണൽ നീഡ്സ് എത്രത്തോളമാണ്, അവരുടെ ഓരോരുത്തരുടെയും രോഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവസ്ഥയുമായി ബന്ധപ്പെട്ട് പോഷകാഹാരങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യകത എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കുകയും അവർക്ക് അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ കൊടുക്കും, അല്ലെ? കൗൺസിലിങ്ങുകൾ കൊടുക്കാറില്ലേ ഡയറ്റീഷ്യൻസ്? ഇപ്പോ ഡയബറ്റിക്സ് ഉള്ള ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളുകൾക്കൊക്കെ പ്രത്യേകിച്ച്, അതുപോലെ കിഡ്നിയുമായി ബന്ധപ്പെട്ട് ഡയാലിസിസ് ചെയ്യുന്ന ആളുകളാവാം, കിഡ്നി പ്രോബ്ലംസ് ഉള്ളവരാവാം, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടാവാം, ഇവർക്കൊക്കെ കൗൺസിലിങ്ങുകൾ കൊടുക്കാറുണ്ട്. കണ്ടിട്ടുണ്ടോ? കൗൺസിലിങ്ങുകൾ അല്ലെങ്കിൽ അവർക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ ടീച്ചിങ് ഒക്കെ നൽകാറുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഒരു ഡയറ്റീഷ്യന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. സോ ഹി ഓർ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഓർഡറിംഗ് ഓഫ് സപ്ലൈസ് ആൻഡ് ദ സൂപ്പർവിഷൻ ഓഫ് ഓൾ ദ സ്റ്റാഫ് എൻഗേജ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ആൻഡ് ഡെലിവറി ഓഫ് ഫുഡ്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ പറയുന്ന പോലെ ഓരോരുത്തർക്കും അവരുടേതായ ഒരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള സ്റ്റാഫുകൾ അവിടെ വേണം, വേണ്ടേ? ഒരു കിച്ചണുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള സ്റ്റാഫുകൾ വേണം. അങ്ങനെ കൃത്യമായിട്ടുള്ള സ്റ്റാഫുകൾ അവിടെ ഉണ്ടാവും. അവരുടെ കൃത്യമായിട്ടുള്ള മേൽനോട്ടം വഹിക്കേണ്ടത് ആര് തന്നെയാ? ഈ ഡയറ്റീഷ്യൻ ആണ്. കാരണം അവർ തയ്യാറാക്കി നൽകിയത് ആ ഒരു ഡയറ്റ് പ്ലാൻ അനുസരിച്ച് കൃത്യമായിട്ടുള്ള സാധനങ്ങൾ അവിടെ ഓർഡർ ചെയ്ത്, നമ്മുടെ ഇപ്പൊ ഒരു കിച്ചൺ ഉണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലാണെങ്കിലും അങ്ങനെയല്ലേ, അല്ലെ? ഒരുപാട് റെസിപ്പീസ് കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് സാധനങ്ങൾ അവൈലബിൾ ആയിരിക്കും, അല്ലെ? ആ ഒരു കിച്ചണിൽ സാധനങ്ങൾ ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ വേണ്ടത് അത് കൃത്യമായിട്ട് ഓർഡർ ചെയ്ത് അവിടെ വരുത്തേണ്ടതും അല്ലെങ്കിൽ അവിടെ എത്തിച്ചു നൽകേണ്ടത് ആരാണ്? ഒരു ഡയറ്റീഷ്യന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതുപോലെ തന്നെ സൂപ്പർവിഷൻ ഓഫ് ഓൾ ദ സ്റ്റാഫ്സ് എൻഗേജ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ആൻഡ് ഡെലിവറി ഓഫ് ഫുഡ്. അവിടെ ഭക്ഷണം പാചകം അല്ലെങ്കിൽ തയ്യാറാക്കുന്നുണ്ട്, അല്ലെ? അത് തയ്യാറാക്കുന്നതിൽ ആരൊക്കെയാണ്, ഏതൊക്കെ സ്റ്റാഫുകളാണോ ഉൾപ്പെട്ടിട്ടുള്ളത് കൃത്യമായിട്ട് അതിന് മേൽനോട്ടം നൽകണം. അതുപോലെ തന്നെ ഫുഡ് കൃത്യമായിട്ടുള്ള യഥാർത്ഥ ആളുകൾക്ക് തന്നെയാണോ അത് വിതരണം ചെയ്യുന്നത് എന്നുകൂടി ഉറപ്പുവരുത്തേണ്ടത് അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കേണ്ടത് ഒരു ഡയറ്റീഷ്യന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാറ്ററിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ത് സർവീസാണ് കൊടുക്കുന്നത്? ഫുഡ് സർവീസ് ആണ് കൊടുക്കുന്നത്, അല്ലെ? അവർക്ക് വേണ്ടിയിട്ട് ഇൻപേഷ്യൻസിന്, അവരുടെ ഫാമിലി മെമ്പേഴ്സിന്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും അവരുടെ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കി നൽകുന്ന ന്യൂട്രീഷണൽ മെനു അല്ലെങ്കിൽ പോഷകാഹാരങ്ങൾ അടങ്ങിയ ഒരു മെനു പ്രകാരം ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കും വരുന്ന ഇൻപേഷ്യൻസിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ആവശ്യമായിട്ടുള്ള ഫുഡ് സർവീസുകൾ നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മുടെ നഴ്സിംഗ് സർവീസുകൾ നൽകുന്ന ജീവനക്കാരുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുകയും അതിനനുസരിച്ച് നമ്മുടെ ഒരു ഹെൽത്ത് ടീമിലെ ഒരു മെമ്പർ തന്നെയാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് ഓരോ രോഗിയുടെയും മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നു, അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള ന്യൂട്രീഷൻ നീഡ്സ് ആണുള്ളത്, ആവശ്യകതകൾ എന്ത്, പോഷകാഹാരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആവശ്യകതകളാണുള്ളത് അത് നിറവേറ്റി നൽകുന്ന രീതിയിലുള്ള ഡയറ്റ് പ്ലാനുകൾ തയ്യാറാക്കി നൽകുകയും അവർക്ക് ആവശ്യമായ ടീച്ചിങ് അല്ലെങ്കിൽ കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ നൽകുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ കൃത്യമായ പ്ലാൻസ് അനുസരിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ സപ്ലൈസ് അവിടെ ഉണ്ടായിരിക്കണം.
കൃത്യമായിട്ടുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്ത് അവിടെ അവൈലബിൾ ആക്കി നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ തയ്യാറാക്കുമ്പോൾ അതിൽ ഒരുപാട് സ്റ്റാഫുകൾ ഉൾപ്പെടുന്നുണ്ടാവാം, അവരെ മേൽനോട്ടം വഹിക്കുന്നു. അതുപോലെ തന്നെ ഇത് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ സ്റ്റാഫുകളാണോ ഉൾപ്പെടുന്നത് അതിനെയും കൃത്യമായിട്ട് മേൽനോട്ടം വഹിക്കുന്നത് ഒരു ഡയറ്റീഷ്യന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ ആണ് മെഡിക്കൽ സോഷ്യൽ വർക്ക്. മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ദിസ് മാൻ വിത്ത് മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് ഹെൽപ്പ് പേഷ്യൻസ് ആൻഡ് their families deal with a broad range of psychosocial issues and stresses related to coping with illness and maintaining health. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഈ പ്രധാനമായിട്ടും ഈ മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റില് മെഡിക്കൽ പരമായിട്ടുള്ള ആളുകൾ ഉണ്ടാകും, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടായിരിക്കും. ഇത് എന്തിനു വേണ്ടിയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്? അവിടെ വരുന്ന പേഷ്യൻസ് അവരുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പൊ സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള അവരുടെ മാനസികപരമായിട്ട് കുറെ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ടാവാം. അതുപോലെ സ്ട്രെസ്, ഒരുപാട് സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടുന്നുണ്ടാവും അല്ലെ, കാരണം പല സിറ്റുവേഷനിൽ നിന്ന് വരുന്ന ആളുകളാണ് അല്ലെ, പല രോഗ കണ്ടീഷൻ, മെഡിക്കൽ കണ്ടീഷൻ ആയിരിക്കും, അപ്പൊ പല സിറ്റുവേഷനിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും. അതുപോലെ അതിന്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടാവും, ആ പേഷ്യൻസ് ആയിക്കോട്ടെ അതുപോലെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആകട്ടെ. അപ്പൊ അങ്ങനെയുള്ള സ്ട്രെസ്, അതുപോലെ ഈ പറയുന്ന സൈക്കോ സോഷ്യൽ പരമായിട്ടുള്ള മാനസികപരവും സാമൂഹ്യപരമായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. കാരണം അവരുടെ ഹെൽത്ത് ചിലപ്പോൾ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് ഇങ്ങനെയുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ രോഗവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടോ ഒരുപാട് സ്ട്രെസ് കാര്യങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സഹായമൊക്കെ നൽകുന്നുണ്ട്. ദിസ് ഡിപ്പാർട്ട്മെന്റ് അഡ്രസ് ദ ചലഞ്ചസ് ഫാമിലീസ് ഫേസ്. അവരുടെ ആ ഒരു രോഗമുള്ള ഒരു പേഷ്യന്റ് ആയിരിക്കും, അപ്പൊ ആ ഒരു പേഷ്യന്റ് ചിലപ്പോൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പൊ അവരുടെ ഫാമിലി മെമ്പേഴ്സ് എങ്ങനെയായിരിക്കും? സ്വാഭാവികമായിട്ടും അവർക്ക് മാനസികപരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അനുഭവപ്പെടുക അല്ലെ. അപ്പൊ അങ്ങനെ അവർ ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്, അല്ലെങ്കിൽ അവർ ഒരുപാട് വെല്ലുവിളികള് ഫേസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഫാമിലി എന്നുണ്ടെങ്കിൽ അതുപോലെ ഡിപ്പാർട്ട്മെന്റ് അഡ്രസ് ദ challenges families face and increases the accessibility to health care. നമുക്കറിയാം, ഇപ്പോൾ വലിയൊരു ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ഒരു വലിയ രീതിയിലൊരു സിവിയർ ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ കെയർ ആവശ്യമുള്ള ഒരു പേഷ്യന്റ് ആണ്. അവരെ നമുക്ക് ചിലപ്പോൾ മാക്സിമം നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിരിക്കും ഏതൊരു ഫാമിലി മെമ്പേഴ്സും ആലോചിക്കുക അല്ലെ. നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ഏറ്റവും നല്ലൊരു കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെന്റർ നോക്കിയായിരിക്കും പോകുന്നത്. പക്ഷെ അത് പോയി കഴിഞ്ഞാൽ അവരിപ്പോ ഒരു ICUലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെന്റിലേറ്റേഴ്സിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കെയർ കൊടുക്കണമെങ്കിൽ ഒരുപാട് പൈസ ചിലപ്പോൾ അവർക്ക് ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പൊ ചിലപ്പോൾ ഈ ഒരു ഫാമിലിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഫണ്ടായിരിക്കാം അല്ലെ. നമുക്കാണെങ്കിലും ചില സമയത്ത് അങ്ങനെയുള്ള ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാറില്ലേ. നമ്മൾ കൊണ്ടുപോയി എന്താണ് ഹോസ്പിറ്റലിൽ നമ്മൾ ഓൾറെഡി ആ പേഷ്യന്റ് അഡ്മിറ്റ് ആണ്, പക്ഷെ നമുക്ക് ആ ഒരു എക്സ്പെൻസ് ഒന്നും ചിലപ്പോൾ താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല അല്ലെ, അഫോർഡബിൾ ആയിരിക്കില്ല. അപ്പൊ അവരുടെ ഫാമിലി മെമ്പേഴ്സ് എങ്ങനെയായിരിക്കും? ഒരുപാട് സ്ട്രഗിൾ ചെയ്യും അല്ലെ. ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു ഹെൽത്ത് കെയർ ആരോഗ്യ പരിചരണത്തിലേക്ക് MSW ഇത് തന്നെയാണ് കേട്ടോ. ഇവിടെ MSWല് വർക്ക് ചെയ്യുന്ന പഠനങ്ങൾ കഴിഞ്ഞിട്ടുള്ള ആളുകളെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൂടുതലും. നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഈ മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വന്ന് ചോദിക്കാറില്ലേ, ഓക്കെ ആണോ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ? മിക്ക ഹോസ്പിറ്റലുകളും ഉണ്ട് ഇപ്പോ, ചോദിക്കാറുണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഈ ഒരു ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരുപാട് സംഘടനകൾ സഹായിക്കാനായിട്ടുണ്ടാവും അല്ലേ.
മിക്ക ഹോസ്പിറ്റലുകളിലും ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട് അല്ലെ? ഡൊണേഷൻസോ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസോ നടത്തുന്ന ഒരുപാട് സംഘടനകളുണ്ട് ഇല്ലേ? ഉണ്ടോ? ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്നത് അവരുടെ കണ്ടീഷൻസ് മനസ്സിലാക്കി. അപ്പൊ ഇവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞാല് അവരുടെ അവസ്ഥകൾ എന്ത് ചെയ്യുന്നു മനസ്സിലാക്കും. അവരുടെ കൂടെ ഇരുന്ന് അവരോട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ആണോ അവർ ഫേസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇതിലോട്ടുള്ള പ്രവേശനം എന്ത് ചെയ്യുന്നു വർദ്ധിപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ട് കിട്ടാവുന്ന മാക്സിമം സഹായങ്ങൾ ഇവർക്ക് അനുവദിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് ഇപ്പൊ ഫിനാൻഷ്യലി ആണ് അവർക്ക് ബുദ്ധിമുട്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആളുകളുമായിട്ട് ഇവരെ കോണ്ടാക്ട് ചെയ്യിപ്പിക്കുന്നു, ഇവരുടെ വിവരങ്ങൾ കൈമാറുന്നു. അപ്പൊ ഇവരുടെ സത്യാവസ്ഥ ഇതാണ്, ഇവർക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റിലേക്കുള്ള പ്രവേശനം ചിലപ്പോൾ മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു അവരെ ഏറ്റെടുക്കുകയും അവരത് നടത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പൊ അവരുടെ ആ ഒരു സ്ട്രെസ് കുറഞ്ഞല്ലേ ചെയ്യുന്നത്. അവർക്കൊരു സഹായമാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നൽകുന്നത് കേട്ടോ. അതുപോലെ തന്നെ serves as a bridge between the doctor and the individual, family and community. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടറിന് ഇടയിൽ അല്ലെങ്കിൽ അവിടെയുള്ള ഇൻഡിവിജ്വൽസിന്റെ ഇടയിൽ അല്ലെങ്കിൽ അവരുടെ ഫാമിലി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട്, ഒരു പാലമായിട്ട് അല്ലെങ്കിൽ ബ്രിഡ്ജ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രധാനമായിട്ടും എന്താണ് സഹായിക്കുന്നത്? അവിടെ വരുന്ന പേഷ്യൻസിനോട് അവരുടെ ഫാമിലി മെമ്പേഴ്സ് അവരൊരുപാട് പല രീതിയിലും അവരൊരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടാവാം. അവർ നേരിടുന്ന മാനസികപരമായിട്ടും സാമൂഹ്യപരമായിട്ടും അവർ നേരിടുന്ന അവരുടെ സമ്മർദ്ദങ്ങളും മുതലായ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള സഹായങ്ങള് ആ പേഷ്യൻസിനായിക്കോട്ടെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനായിക്കോട്ടെ നൽകുകയും ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് അവർക്ക് ആവശ്യമുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണോ അത് പരിഹരിക്കാനായിട്ടുള്ള സഹായങ്ങൾ ചെയ്യും. അതിനനുസരിച്ച് സഹായങ്ങൾ ആവശ്യമാണെങ്കിൽ അതിനു വേണ്ടി ബന്ധപ്പെട്ട ആളുകളെ അത് അറിയിക്കുകയും അല്ലെങ്കിൽ ഇവർ മുഖേന തന്നെ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള വഴികൾ തുറന്നു കൊടുക്കുകയും അതിലൂടെ അവർക്ക് നല്ലൊരു ആരോഗ്യ പരിചരണത്തിലേക്കുള്ളൊരു പ്രവേശനം എളുപ്പമാക്കി നൽകുകയും ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് MSW ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു എന്താണ് ഡോക്ടേഴ്സിന്റെ ഇടയിലായിക്കോട്ടെ, അവിടുത്തെ വരുന്ന ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഇടയിലായിക്കോട്ടെ, അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയിലായിക്കോട്ടെ, ഒരു ബ്രിഡ്ജ് പോലെ ഒരു പാലം പോലെ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് മിക്ക ഹോസ്പിറ്റലുകളിലും ഉണ്ട് കേട്ടോ. നമ്മുടെ സാധാരണ ഹോസ്പിറ്റലുകളൊന്നും പ്രതീക്ഷിക്കരുത്. എല്ലാ ഡിപ്പാർട്ട്മെന്റും നമ്മുടെ ചെറിയ സാധാരണ ഹോസ്പിറ്റലൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ അത്യാവശ്യം നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. സോഷ്യൽ വർക്കേഴ്സ് തന്നെയാണ് നമ്മുടെ MSW ഒക്കെ കഴിഞ്ഞ കോഴ്സുകൾ കഴിഞ്ഞ സോഷ്യൽ വർക്കേഴ്സിൽ താല്പര്യമുള്ള ആളുകളെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നിയമിക്കുന്നത്. ഓക്കെ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. മെഡിക്കൽ സോഷ്യൽ വർക്ക് ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പി കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റലുകളിൽ അല്ലെ? എന്തിനു വേണ്ടിയാണ്? ദിസ് ഡിപ്പാർട്ട്മെന്റ് എയിംസ് അറ്റ് റീഹാബിലിറ്റേഷൻ പേഷ്യൻസ് അല്ലെ? പേഷ്യൻസിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഒരു എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ആവശ്യമുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തെങ്കിൽ പോലും അവരുടെ ആ ഒരു ശരീരം ഒരു നോർമൽ ആയിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് എക്സസൈസ് തെറാപ്പികൾ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിനെ ബേസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ദിസ് ഡിപ്പാർട്ട്മെന്റ് എയിംസ് അറ്റ് റീഹാബിലിറ്റേഷൻ പേഷ്യൻസ്. അതെ, ഓർത്തോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. മോസ്റ്റ്ലി ലിങ്ക്ഡ് ടു ദ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ലിങ്ക് ചെയ്ത് അല്ലെങ്കിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്.
This department offers a wide range of body healing therapy that will help a patient resume normal function. അല്ലെ, ഒരു പേഷ്യന്റിന് അവരുടെ സാധാരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന് വേണ്ടി അവരുടെ ബോഡിയുമായി ബന്ധപ്പെട്ട് രോഗശമനം അല്ലെങ്കിൽ ഹീലിംഗ് തെറാപ്പികൾ, രോഗശമനം നൽകുന്ന രീതിയിലുള്ള തെറാപ്പികളാണ് പ്രധാനമായിട്ടും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നൽകുന്നത്. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഓഫേഴ്സ് ഔട്ട് പേഷ്യന്റ് ആസ് വെൽ ആസ് ഇൻ പേഷ്യന്റ് സർവീസസ്. ഒരു ഔട്ട് പേഷ്യന്റ് ആയിട്ട് വന്ന് നമുക്കൊരു ഫിസിയോതെറാപ്പി സർവീസുകൾ വേണമെങ്കിലും എടുക്കാം. ഇൻപേഷ്യന്റ് ആയിട്ടുള്ളവർക്കും രണ്ട് കൂട്ടർക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സേവനങ്ങൾ നൽകുന്നുണ്ട്. ഒരു ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലെ പ്രധാനമായിട്ടും ഇത് എയിം ചെയ്യുന്നത് റീഹാബിലിറ്റേഷൻ പേഷ്യൻസിന് പുനരധിവാസം നൽകുക. അത് ഈ ഒരു ഓർത്തോപെഡിക്സ് അല്ലെങ്കിൽ ഓർത്തോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ലിങ്ക് ചെയ്ത് അല്ലെങ്കിൽ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ പ്രധാനമായിട്ടും വരുന്ന പേഷ്യൻസിന് അവരുടെ നോർമൽ ആയിട്ടുള്ള ഫങ്ഷൻസ്, അവരുടെ സാധാരണ പ്രവർത്തനങ്ങളെ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഹീലിംഗ് തെറാപ്പീസ്, അവരുടെ ബോഡിയുമായി ബന്ധപ്പെട്ട അവരുടെ രോഗശമനവുമായി ബന്ധപ്പെട്ട തെറാപ്പികൾ നൽകുകയും അതിനനുസരിച്ച് അവരെ ആ ഒരു എക്സസൈസുകളോ തെറാപ്പികളോ കാര്യങ്ങളിലൂടെ അവരുടെ ബോഡി നോർമലായിട്ട് പ്രവർത്തിക്കുന്ന ഫങ്ഷൻ ചെയ്യുന്ന രീതിയിലൊക്കെ ആക്കിയെടുക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഔട്ട് പേഷ്യന്റ് സർവീസുകളും കൊടുക്കുന്നുണ്ട്, ഇൻ പേഷ്യൻസ് ആയിട്ടുള്ള സർവീസുകളും നൽകുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു ഫിസിയോതെറാപ്പി. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ ആണ് ഫാർമസി. ഫാർമസി ഇതൊക്കെ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഫാർമസി അല്ലെ, എവറി ഹോസ്പിറ്റൽ മസ്റ്റ് ബി equipped with a pharmacy which provides drugs for the entire hospital. നമുക്കറിയാം ഏതൊരു ഹോസ്പിറ്റലിലും ഒരു ഫാർമസി ഉണ്ടായിരിക്കും അല്ലെ. മിക്ക ഹോസ്പിറ്റലിലും അല്ലെ, എവരി ഹോസ്പിറ്റൽ അല്ലെ, ഏതൊരു ഹോസ്പിറ്റലിലും ഒരു ഫാർമസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മുടെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഫാർമസി ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയാണ് ഒരു ഫാർമസി പ്രവർത്തിക്കുന്നത്? വിച്ച് പ്രൊവൈഡ്സ് ഡ്രഗ്സ് ഫോർ ദ എൻറ്റയർ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിലുടനീളം മരുന്നുകൾ നൽകുന്നതിന് വേണ്ടിയാണ് ആ ഒരു ഫാർമസി പ്രവർത്തിക്കുന്നത് അല്ലെ. നമുക്കാണെങ്കിലും മരുന്നുകളിൽ നമ്മുടെ ഫാർമസിയിൽ പോയി എന്താ വാങ്ങുന്നത്? മെഡിസിൻസ് ആണ് അല്ലെ. അപ്പൊ മരുന്നുകള് ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ ഇടങ്ങളിലേക്കും ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് നോട്ട് ഓൺലി പ്രൊവൈഡ്സ് മെഡിക്കേഷൻ ഫോർ പേഷ്യൻസ് ബട്ട് ഓൾസോ പ്രൊവൈഡ്സ് അതർ ഡ്രഗ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ബൈ ഓൾ ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ പേഷ്യന്റ് കെയർ ഓർ സർജറി. അപ്പൊ നമുക്ക് പേഷ്യൻസിന് മരുന്നുകൾ നൽകുക മാത്രമല്ല ഒരു ഫാർമസി ചെയ്യുന്നത്, മറിച്ച് എന്താണ് മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടിയിട്ടാവാം അല്ലെങ്കിൽ മറ്റ് ഡ്രഗ്സ് ഉണ്ട് അല്ലെ. ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ സർജറിയുമായി ബന്ധപ്പെട്ട് മറ്റു ഒരുപാട് ഡ്രഗ്സ് ആവശ്യമായിട്ട് വന്നേക്കാം മരുന്നുകൾ അല്ലെ. അപ്പൊ അത് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ സർജറിയോ കെയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ആവശ്യമായി വന്നേക്കാം അല്ലെ. നമ്മുടെ നീഡിൽസ്, സിറിഞ്ച് മുതലായിട്ടുള്ളവയൊക്കെ എവിടുന്നാ പോയി വാങ്ങുന്നത്? ഫാർമസിയിൽ നിന്നല്ലേ വാങ്ങാറ് ഇല്ലേ. അല്ലെങ്കിൽ അത് ആ ഒരു ഫാർമസിയിൽ നിന്ന് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അവർ വിതരണം ചെയ്യാറുണ്ട് അല്ലെ. ഒരിക്കലും മരുന്നുകൾ പേഷ്യൻസിന് മെഡിസിൻസ് കൊടുക്കാന്ന് മാത്രമല്ല, മറിച്ച് ആ ഒരു പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ സർജറിയുമായി ബന്ധപ്പെട്ട് ഉള്ള മറ്റ് ഡ്രഗ്സ് വിതരണം ചെയ്യുക അല്ലെങ്കിൽ മറ്റ് ഇൻസ്ട്രുമെന്റ്സ് കാര്യങ്ങൾ വിതരണം ചെയ്യുക മുതലായവയ്ക്കുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ ചുമതല ഈ ഒരു ഫാർമസി ഡിപ്പാർട്ട്മെന്റിന് തന്നെയായിരിക്കും. ദാറ്റ്സ് റൺ ബൈ എ ഫാർമസിസ്റ്റ്. ഒരു ഫാർമസിസ്റ്റ് ആണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നയിക്കുന്നത്. ആൻഡ് ഫാർമസി പ്രൊവൈഡ്സ് ദ ഫോളോയിങ് സർവീസസ്. ഒരു ഫാർമസി താഴെ പറയുന്ന പ്രധാനപ്പെട്ട സേവനങ്ങളാണ് നൽകുക. അതിലൊന്നാമത്തത് പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കേഷൻ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. നമുക്കറിയാൻ മരുന്നുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പൊ പറഞ്ഞ പോലെ ഇൻസ്ട്രുമെന്റ്സോ അല്ലെങ്കിൽ മറ്റ് എന്താണ് ഓക്കെ. അപ്പൊ നോക്കിയേ, പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കേഷൻ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. അപ്പൊ ഇവിടെ മരുന്നുകൾ എന്ത് ചെയ്യണം? അവിടെ തീരുന്നതിനനുസരിച്ച് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യണം അല്ലെ, വാങ്ങണം.
അതെന്ത് ചെയ്യണം? വിതരണം ചെയ്യണം. അതായത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വിതരണം ചെയ്യണം. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ, അവിടെയുള്ള വരുന്ന പേഷ്യൻസിനും മരുന്നുകൾ വിതരണം ചെയ്യുക. പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കേഷൻ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. അപ്പൊ അവിടെ മരുന്നുകൾ മാത്രമല്ല, ഇതുപോലെ പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സർജറീസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഇതുപോലെയുള്ള ഫാർമസ്യൂട്ടിക്സ് അല്ലെങ്കിൽ മറ്റ് ഉപകരണങ്ങളോ മറ്റു ഡ്രഗ്സോ കാര്യങ്ങളോ എല്ലാം കൃത്യമായിട്ട് ആവശ്യാനുസരണം പർച്ചേസ് ചെയ്യുക, അത് വാങ്ങുക, അതവിടെ സ്റ്റോർ ചെയ്യുക, അത് കൃത്യമായിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് സപ്ലൈ വിതരണം ചെയ്യുക, അതുപോലെ തന്നെ വരുന്ന പേഷ്യൻസിനും വിതരണം ചെയ്യുക. രണ്ടാമത്തെ സർവീസ് ആണ് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ്, അല്ലെ? അപ്പൊ അവിടെ ഇൻപേഷ്യൻസ് ആയിക്കോട്ടെ ഒരു ഔട്ട് പേഷ്യന്റ് ആയിക്കോട്ടെ നമ്മൾ ആ ഒരു ഫാർമസിയിൽ ചെല്ലുമ്പോൾ നമുക്ക് മരുന്ന് തരാറുണ്ട്, ഇല്ലേ? ഒരു ഇൻപേഷ്യൻസിന് മാത്രമേ കൊടുക്കുള്ളൂ അല്ലെങ്കിൽ ഒരു ഔട്ട് പേഷ്യന്റ് ആയിട്ട് മാത്രമേ കൊടുക്കുള്ളൂ? അല്ല, അല്ലെ? ഒരു ഇൻപേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് നമുക്ക് മരുന്നുകളെ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ അതിനുള്ള ഫാർമസിയുമായി ബന്ധപ്പെട്ട ആ ഒരു മെഡിസിൻസിന്റെ ചാർട്ടും കാര്യങ്ങളും തരാണെങ്കിൽ നമ്മളോട് ചിലത് വാങ്ങാൻ പറയാറുണ്ട്, അല്ലെ? നഴ്സസ് പറയില്ലേ ചില മരുന്നുകൾ നമ്മൾ പോയി വാങ്ങിക്കൊണ്ടുവരേണ്ടതുണ്ടാകാം. അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലുകളിൽ എങ്ങനെയാണ്, അവര് തന്നെ ആയിരിക്കും നമുക്ക് മരുന്നുകൾ എന്ത് ചെയ്യും, അവർ തന്നെ യൂസ് ചെയ്യും, മറിച്ച് നമ്മുടെ കയ്യിൽ ബില്ല് മാത്രമായിരിക്കും നമുക്ക് കിട്ടുക, അല്ലെ? അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ ഔട്ട് പേഷ്യൻസുമായി ബന്ധപ്പെട്ട് മരുന്നുകളുടെ വിതരണം നടത്തുന്നുണ്ട്. നമ്മൾ ഡോക്ടേഴ്സിനെ കണ്ടു, കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫാർമസിയിൽ പോയി ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഡോക്ടേഴ്സ് എഴുതിയിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ പ്രകാരമുള്ള മരുന്നുകൾ നമുക്ക് തരാറുണ്ട്, അല്ലെ? അതുകൊണ്ട് തന്നെ ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ് നടക്കുന്നുണ്ട്. മൂന്നാമത്തതാണ് ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി. ഇപ്പൊ നമുക്കറിയാം ഒരു ഒരു കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു വാർഡുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ യൂണിറ്റുകൾ ഫാർമസിയിലെ പ്രവർത്തിക്കും. കണ്ടിട്ടുണ്ടോ? ഒരു കാഷ്വാലിറ്റിയില് അവിടെ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട മരുന്നുകൾ അവിടെ ഓൾറെഡി വിതരണം ചെയ്തിട്ടുണ്ടായിരിക്കും. ആവശ്യമാണെങ്കിൽ ആ ഉള്ളത് മതിയാവില്ല, അതിൽ കൂടുതൽ ആവശ്യമാണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ടാവും ഒരു 8 മണി വരെയൊക്കെ ആയിരിക്കും രാത്രി ചിലപ്പോൾ ഫാർമസി പ്രവർത്തിക്കുന്നത്. അതിനുശേഷം നമ്മളെ പോയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടേതായ കാഷ്വാലിറ്റിയുടെ ഉള്ളിൽ ഒരു ചെറിയ യൂണിറ്റ് ഉണ്ടാവും ഫാർമസിയില്. അവിടെ നിന്നല്ലേ മരുന്നുകൾ തരാറ്, അല്ലേ? വളരെ നൈറ്റ് നമ്മൾ ഒരുപാട് രാത്രിയൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ അത്യാവശ്യമുള്ള മരുന്നുകൾ ഇതുപോലെയുള്ള ക്ലിനിക്കൽ യൂണിറ്റുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഒരു വാർഡിലാണെങ്കിലും ആവശ്യമായിട്ടുള്ള ചെറിയൊരു യൂണിറ്റ് ഓഫ് മരുന്നുകൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും, അല്ലെ? എപ്പോഴും ഈ ഫാർമസിയിൽ പോയി നഴ്സസ് എന്ത് ചെയ്യണം, കളക്ട് ചെയ്യുന്നതിന് പകരം ആ വാർഡിലേക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന ഉപയോഗമായിട്ടുള്ള കുറച്ച് മരുന്നുകൾ ഉണ്ടാവുമല്ലോ, അത് എന്ത് ചെയ്തിട്ടുണ്ടാവും ആ ഒരു ക്ലിനിക്കൽ യൂണിറ്റുകളിലേക്ക് അല്ലെങ്കിൽ വാർഡ് പോലെയുള്ള ഫാർമസിയിലെ യൂണിറ്റുകളിലേക്ക് വിതരണം ചെയ്യുന്നു. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ആർ യൂഷ്വലി ഗിവൺ എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻ ബൈ ദ ഫാർമസി ടു യൂസ് ആസ് എ ഗൈഡ്. നമ്മുടെ ഫാർമസിയിലേക്ക് ഒരു ഗൈഡ് പോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻ. ഈ മരുന്നുകൾ എങ്ങനെ ഉപയോഗിക്കണം. ഇപ്പൊ ചില മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യണം, സൺലൈറ്റിന്റെ അടുത്ത് വെക്കാൻ പാടില്ല, അല്ലെ? ചിലത് ഫ്രിഡ്ജുകളിൽ റെഫ്രിജറേറ്റേഴ്സിൽ ഇത്രയും കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചറിൽ സൂക്ഷിക്കേണ്ടവയുണ്ടാവും, ഇല്ലേ? എല്ലാ മരുന്നുകളും ഒരുപോലെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? അല്ല, അതിന്റെ ഡിസ്ട്രിബ്യൂഷനും ഒരുപോലെയല്ല, അല്ലെ? അത് നമ്മൾ യൂസ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടാണ്. അപ്പൊ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ബോട്ടിലായിട്ട് തന്നെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും, ഇല്ലേ? ചില മരുന്ന് അതെ ആന്റിബയോട്ടിക്സിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചില മരുന്നുകൾ എങ്ങനെയാണ്, ഇപ്പൊ തൈറോയിഡിന്റെ ആണ്, അങ്ങനെയുള്ള മരുന്നുകൾ എങ്ങനെയാ ഒരു ബോട്ടിലായിട്ടല്ലേ നമുക്ക് തരുന്നത്, അല്ലാതെ ഇത്ര ടാബ്ലറ്റ്സ് എന്ന രീതിയിലൊന്നും നമുക്ക് തരാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അതുപോലെ ഇൻസുലിൻ ശരിയാണ്. അങ്ങനെയുള്ള ഒരുപാട് മരുന്നുകൾ, അപ്പൊ ഓരോ മരുന്നിനും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്, അല്ലെ, സവിശേഷതകളാണ്. അപ്പൊ ആ ഫാർമസിസ്റ്റുകൾക്കും അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഒരു ഗൈഡ് പോലെ ഉപയോഗിക്കാൻ, അതായത് അവർക്ക് ഈ ഒരു ഗൈഡ് പോലെ ഇതെടുത്ത് നോക്കിയാൽ ആ മരുന്നുമായി ബന്ധപ്പെട്ട അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, അതൊരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം നടപടിക്രമങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നു, ഒരു ഗൈഡ് പോലെ ഉണ്ടാക്കി നൽകുകയും അത് ആ ഫാർമസിയിലെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊരു ഗൈഡായിട്ട് ഉപയോഗിക്കാനും സാധിക്കുന്നു. ഒരു ഫാർമസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്
ആണ് പറഞ്ഞത്. ഫാർമസി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കുന്ന നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി എന്ന് പറയുന്നത്. അതവിടെ എന്തിനു വേണ്ടിയാ? ഹോസ്പിറ്റലിലെ മൊത്തത്തില് മരുന്നുകൾ വിതരണം ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി. അവിടെ പേഷ്യൻസിന് മാത്രമല്ല മരുന്നുകൾ നൽകുന്നത്, മറിച്ച് എന്താണ്? പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ടോ സർജറിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി മരുന്നുകൾ ആവശ്യമായി വരാം. അങ്ങനെയുള്ള ഡ്രഗ്സ് ആയിക്കോട്ടെ, ഇൻസ്ട്രുമെന്റ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം ഫാർമസിയിൽ തന്നെയാണ് വിതരണം ചെയ്യുന്നത്. ഒരു ഫാർമസിസ്റ്റ് ആണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ നയിച്ചു കൊണ്ടുപോകുന്നത്. അതുപോലെ ഫാർമസി നമുക്ക് തരുന്ന ഒരുപാട് ഫോളോയിങ് സർവീസുകളാണ് താഴെ പറയുന്നവ. അതിൽ ഒന്നാമത്തത് മരുന്നുകൾ ആവശ്യമായിട്ടുള്ള ഡ്രഗ്സും ഇൻസ്ട്രുമെന്റ്സും ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? ഓർഡർ ചെയ്ത് പർച്ചേസ് ചെയ്യുന്നു, വാങ്ങുന്നു, അത് സ്റ്റോർ ചെയ്യുന്നു, അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിലേക്കോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്കോ വിതരണം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻപേഷ്യൻസ് ആയിക്കോട്ടെ, ഔട്ട് പേഷ്യൻസ് ആയിക്കോട്ടെ, അവർക്ക് മരുന്നുകൾ വിതരണം ചെയ്യുന്നു. അതുപോലെ ക്ലിനിക്കൽ പരമായിട്ടുള്ള യൂണിറ്റുകളിൽ അല്ലെങ്കിൽ വാർഡ് പോലെയുള്ള യൂണിറ്റുകളിലേക്ക് ചെറിയ ചെറിയ ഫാർമസി യൂണിറ്റുകളിലേക്ക് ആവശ്യമായ മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? യൂഷ്വലി ഗിവൺ എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻ. ഓരോ മരുന്നുകളുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം നടപടിക്രമങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ഒരു വിവരണം ഡോക്ടേഴ്സ് നൽകുന്നുണ്ട്. അത് അവിടുത്തെ ഫാർമസിയിലെ ആളുകൾക്ക് ഒരു ഗൈഡായിട്ട് അത് ഉപയോഗിക്കാനും സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഫാർമസി. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, MRD, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. എന്തായിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത? ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് recording and maintaining all the records or files of inpatients as well as outpatients. അല്ലെ, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അവിടെ ഫ്രണ്ട് ഓഫീസിൽ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കൗണ്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്. നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഫയൽസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലെ, റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. അത് നമ്മുടെ ഓരോ യൂണിക് ആയിട്ടുള്ള നമ്പർ നമുക്ക് കിട്ടും. അതിനനുസരിച്ച് യൂണിക് ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് അല്ലെങ്കിൽ ഒരു ഫയൽ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻപേഷ്യൻസ് ആയിക്കോട്ടെ, ഒരു ഔട്ട് പേഷ്യന്റ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഇൻപേഷ്യൻസോ ഔട്ട് പേഷ്യൻസോ ആയിട്ടുള്ള പേഷ്യൻസുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡ് അല്ലെങ്കിൽ ഫയലുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അത് റെക്കോർഡാക്കി സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ MRD ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. And it is with these records that medical statistics can be formulated and it serves as a reference for future purpose. നമുക്ക് ഈ ഒരു ഫയൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു ഫയൽ ഹോസ്പിറ്റലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എത്ര നാൾ കഴിഞ്ഞ് ചെന്നാലും നമുക്കൊരു OP ചീട്ട് തരും അല്ലെ, ഒരു ചീട്ട് തരാറില്ലേ, ഒരു കാർഡ് തരാറില്ലേ അവര്, ഒരു യൂണിക് നമ്പർ ഉള്ള ഒരു കാർഡ് തരും അല്ലെ. അപ്പൊ ആ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ എപ്പോ ചെന്നാലും നമ്മുടെ ആ ഒരു ഫയൽ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റില്ലേ? ആ ഒരു കൃത്യമായ നമ്പർ ഉപയോഗിച്ച് അവർ നമ്മുടെ ഫയൽ റിട്രീവ് ചെയ്ത് തരും അല്ലെ, വീണ്ടെടുത്ത് തരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇവിടെ എന്താ, അതെങ്ങനെ ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി ഭാവിയിലേക്ക് എന്തെങ്കിലും നമുക്കൊരു ഉദ്ദേശമുണ്ട് അല്ലെങ്കിൽ ഭാവിയിൽ ഈ ഒരു ഫയൽ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിന് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, മെഡിക്കൽ പരമായിട്ടുള്ള അവരുടെ പേഷ്യൻസിന്റെ സ്ഥിതിവിവര കണക്കുകൾ കൃത്യമായിട്ട് നമുക്ക് രൂപപ്പെടുത്താൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സഹായിക്കുന്നുണ്ട്. ഈ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷം ഇൻപേഷ്യൻസുകളുടെ ആകെ വിവരക്കണക്കുകൾ അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻസിന്റെ ആകെ വിവരക്കണക്കുകൾ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഡിസീസുമായി ബന്ധപ്പെട്ടാണ് അവിടെ ആ ഒരു ഡിസീസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പേഷ്യൻസ് ഏതാണോ അതിന്റെ കണക്ക് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ കൃത്യമായിട്ടുള്ള സ്ഥിതിവിവര കണക്കുകൾ നമുക്ക് ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടു കൂടി എടുക്കാൻ പറ്റും. കാരണം എന്താ, ഓരോ പേഷ്യൻസുമായി ബന്ധപ്പെട്ട ഫയൽസ് അല്ലെങ്കിൽ റെക്കോർഡുകൾ കൃത്യമായിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ റെക്കോർഡ് ചെയ്ത് നിലനിർത്തി സൂക്ഷിക്കും.
സൂക്ഷിക്കുന്നത് കൊണ്ട്. അപ്പൊ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ MRD ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് ഇത് എന്ത് ചെയ്യുന്നു? നമ്മുടെ വരുന്ന ഇൻപേഷ്യൻസ് ആയിക്കോട്ടെ ഔട്ട് പേഷ്യൻസ് ആയിക്കോട്ടെ ഏതൊരു പേഷ്യൻസിന്റെയും അവരുടെ റെക്കോർഡ്സ് അല്ലെങ്കിൽ എല്ലാ റെക്കോർഡുകളും ഫയലുകളും കൃത്യമായിട്ട് അത് റെക്കോർഡ് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ മെഡിക്കൽ പരമായിട്ടുള്ള പേഷ്യൻസിന്റെ സ്ഥിതിവിവര കണക്കുകൾ എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ച് ഫോർമുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടാനായിട്ട് സാധിക്കും. പേഷ്യൻസിന് ഇപ്പൊ ഓൾമോസ്റ്റ് ഒക്കെ നമ്മുടെ ഡിജിറ്റലൈസ്ഡ് ആയല്ലോ. നമ്മുടെ നേരത്തെയാണ് പിന്നെയും കൂടുതൽ നമ്മുടെ റെക്കോർഡുകളിലേക്ക് ഇപ്പൊ ഓൺലൈൻ ആയില്ലേ, ഇപ്പൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കൃത്യമായിട്ടുള്ള ഈ പറയുന്ന നമുക്ക് എവിടെ നിന്നും ഇത് ലഭ്യമാക്കാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ വന്നിട്ടോ. അപ്പൊ അതാണ് ഇൻഫർമേഷൻ ടെക്നോളജിയിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ് പറയുമ്പോൾ കേട്ടോ. നമുക്ക് ഇപ്പൊ വേണമെങ്കിലും ഇപ്പൊ എവിടെ നിന്നാണെങ്കിലും നമുക്ക് അക്സസ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇത് ഇപ്പൊ ഒരു പേഷ്യന്റ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലല്ല അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ അല്ല വന്ന് കാണിക്കുന്നത്. ഇപ്പൊ പുറത്ത് എവിടെയെങ്കിലും മറ്റേതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി മുതലായ കാര്യങ്ങളൊക്കെ അവരുടെ ആവശ്യപ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ലഭ്യമാക്കി നൽകാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആണോ? കാർഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഒരുപാട് ഫെസിലിറ്റീസ് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോവാം. മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാലോ, ഡിപ്പാർട്ട്മെന്റില് ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് മെഷീനറീസ് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ എപ്പോഴും എങ്ങനെയായിരിക്കണം, നല്ല പ്രവർത്തനക്ഷമമായിട്ടുള്ള ഒരു കണ്ടീഷനിലാണോ അല്ലെ, നല്ല രീതിയിൽ പ്രവർത്തനക്ഷമമായ ഒരു അന്തരീക്ഷത്തിലാണോ പ്രവർത്തിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇറ്റ് മേക്സ് പ്ലാൻസ് ആൻഡ് പെർഫോം വേരിയസ് പ്രൊജക്ട്സ് ഫോർ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള പ്രൊജക്ടുകളും പെർഫോം ചെയ്യുന്നു അല്ലെങ്കിൽ നടപ്പിലാക്കുന്നു. ദിസ് ഡിപ്പാർട്ട്മെന്റ് മേക്സ് ഷുവർ ദാറ്റ് ഓൾ ഇലക്ട്രിക്കൽ ഫെസിലിറ്റീസ് ആർ ഇൻ പെർഫെക്റ്റ് കണ്ടീഷൻ. എല്ലാ തരത്തിലുമുള്ള ഇലക്ട്രിക്കൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സൗകര്യങ്ങളും വളരെ മികച്ച രീതിയിലുള്ള ഒരു കണ്ടീഷനിലാണോ പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലും റിപ്പയറോ കാര്യങ്ങളോ വേണമെങ്കിൽ അത് നടത്തി കൊടുക്കുന്നുണ്ട് അല്ലെ. എല്ലാ ഉപകരണങ്ങളും ചിലപ്പോൾ ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവില്ല. ചില എന്താണ് എക്യുപ്മെന്റ്സോ കാര്യങ്ങൾക്കോ റിപ്പയറിംഗ് ആവശ്യമായി വന്നേക്കാം, അത് നടത്തി കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ റീപ്ലേസ്മെന്റ് വർക്ക് അല്ലെ, ചില മെഷീനറീസ് ചിലപ്പോൾ നമുക്ക് റിപ്പയർ ചെയ്താലും പ്രവർത്തിക്കാത്തതുണ്ടാവും, അപ്പൊ അതിന് പകരം മറ്റൊന്ന് മാറ്റി വെക്കേണ്ടതായിട്ട് വരാം. ഫോർ എയർ കണ്ടീഷനിങ് യൂണിറ്റ്, പ്ലംബിംഗ്, അതുപോലെ സ്റ്റീൽ വർക്ക്സ്, ഇതുമായി ബന്ധപ്പെട്ടത് എയർ കണ്ടീഷനിങ്, പ്ലംബിംഗ് യൂണിറ്റുകൾ, സ്റ്റീൽ കണ്ടീഷൻ വർക്കുകളുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഇലക്ട്രിക്കൽ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ആ ഓരോ ഉപകരണങ്ങളും അല്ലെങ്കിൽ ആ ഫെസിലിറ്റി കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, അതിന് റിപ്പയർ ആവശ്യമാണെങ്കിൽ റിപ്പയർ ചെയ്തു കൊടുക്കുക, അതുപോലെ റീപ്ലേസ്മെന്റ് ആവശ്യമാണെങ്കിൽ അവിടെ മാറ്റി പുതിയതൊക്കെ സ്ഥാപിക്കുകയും ചെയ്യുക. അപ്പൊ മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റില് ഇവിടെ എന്താണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉറപ്പുവരുത്തുന്നത്, ഹോസ്പിറ്റൽ ഇൻ ഓപ്പറബിൾ കണ്ടീഷൻ. ഹോസ്പിറ്റല് ഒരു നല്ല പ്രവർത്തനപരമായ ഒരു അന്തരീക്ഷത്തിലാണോ നിലനിൽക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇവർ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള പ്രൊജക്ടുകൾ അതിനു വേണ്ടി രൂപകൽപ്പന ചെയ്യുകയും ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുകയും ചെയ്യുന്നു. വളരെ കൃത്യമായിട്ട് ആനുകാലികമായിട്ട് തന്നെ കൃത്യമായിട്ട് ഓരോരോ എക്യുപ്മെന്റുകൾ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള മറ്റു ഫെസിലിറ്റികൾ എല്ലാം ചെക്ക് ചെയ്യുകയും അതിനനുസരിച്ച് എല്ലാം പെർഫെക്റ്റ് കണ്ടീഷൻ ആണെന്നോ വിലയിരുത്തും. ഇനി എന്തെങ്കിലും റിപ്പയർ ആവശ്യമാണെങ്കിൽ അത് പെർഫോം ചെയ്യും. അതുപോലെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഈ പറയുന്ന എയർ കണ്ടീഷൻ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ടാവാം, സ്റ്റീൽ വർക്കുകളുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്യുപ്മെന്റ്സുകളുമായി ബന്ധപ്പെട്ടാവാം. എന്തൊരു വർക്ക് കണ്ടീഷൻ അല്ല എങ്കിൽ അതിന് റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ
മാറി അതിന് പകരം ഒന്ന് മാറ്റി സ്ഥാപിക്കാനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ മെയിൻ്റനൻസ് ആണ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. വേഗം ഒന്ന് വായിച്ചു നോക്കി. Okay. Okay. Then next one ആണ് purchasing department. മെറ്റീരിയൽസ് മാനേജ്മെന്റ് കേട്ടോ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് കൂടിയാണ് അറിയപ്പെടുന്നത്. This department is responsible for purchasing all supplies and equipment for the hospital. ഹോസ്പിറ്റലിലേക്കുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉപകരണങ്ങളും ഒക്കെ പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന് ഉത്തരവാദിത്തമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പ്രധാനമായിട്ടും ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള സാധനങ്ങള്, എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങള് മുതലായവയൊക്കെ കൃത്യമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും കണക്കുകൾ എടുക്കുകയും അതിനനുസരിച്ച് കൃത്യമായി ഓർഡർ കൊടുക്കുകയും കൃത്യമായിട്ട് ആ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വാങ്ങി സ്റ്റോർ ചെയ്യുകയും അതാത് ഇടങ്ങളിലേക്ക് വിതരണം ചെയ്യുകയുമാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഫംഗ്ഷൻ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ചില അവിടെയുള്ള ഹോസ്പിറ്റലിൽ സാധന സപ്ലൈസും എക്യുപ്മെന്റുകളും ഉപകരണങ്ങളും എന്ത് ചെയ്യുക, കൃത്യമായി ഓർഡർ ചെയ്യുക, അത് പർച്ചേസ് ചെയ്യുക, അതാത് ആവശ്യമായ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വിതരണം ചെയ്യുക. ഓക്കെ. Then അടുത്തത് കൂടി പറയാട്ടെ നമുക്ക് ഒരുമിച്ച്. ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് all hospitals today use computers to keep track of patient records and other medically related affairs. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മുൻപായിരുന്നു നമ്മൾ മാനുവൽ ആയിട്ടായിരുന്നു നമ്മൾ എല്ലാ റെക്കോർഡുകളും കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. ഇപ്പൊ എന്തായി, എല്ലാ ഹോസ്പിറ്റലുകളും കമ്പ്യൂട്ടർവൽക്കരിച്ചു ഇല്ലേ. ടുഡേ ഹോസ്പിറ്റൽ എങ്ങനെയാ, യൂസ് കമ്പ്യൂട്ടേഴ്സ് ആണ് കൂടുതലും. നമ്മുടെ ഇപ്പൊ പറഞ്ഞ പോലെ പേഷ്യൻസിന്റെ റെക്കോർഡ് ട്രാക്ക് ചെയ്യണമെങ്കിൽ, അതുപോലെ മെഡിക്കൽ പരമായിട്ടുള്ള മറ്റെന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് എന്താണ്, കമ്പ്യൂട്ടേഴ്സിനെയാണ് അല്ലെ. And therefore this department provide technical support as and when needed and keep the systems updated and provide support when system fails. നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രധാനമായിട്ടും അവരുടെ ടെക്നിക്കൽ സപ്പോർട്ട്, സാങ്കേതികപരമായിട്ടുള്ളൊരു പിന്തുണയാണ് ആ ഹോസ്പിറ്റലിന് നൽകുന്നത്. അവിടെയുള്ള കമ്പ്യൂട്ടേഴ്സും കാര്യങ്ങളും ഒക്കെ സിസ്റ്റംസ് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് കീപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ സിസ്റ്റംസ് ഫെയിൽ ആവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സപ്പോർട്ടുകൾ കൊടുക്കുന്നു. They also aim to provide effective online services അല്ലെ. ഇപ്പൊ നമ്മൾ നോക്കിയേ, ഒരുപാട് സർവീസുകൾ ഓൺലൈനായി ഹോസ്പിറ്റലിൽ അല്ലെ. ഒരു അപ്പോയിന്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫോളോ അപ്പുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ടേഷൻ വരെയും ഓൺലൈനായിട്ട് ചെയ്യുന്ന ഹോസ്പിറ്റലുകളുണ്ട് അല്ലെ, ഇല്ലേ. അതുപോലെ പേയ്മെന്റുകൾ നമുക്ക് ഓൺലൈൻ ആയിട്ട് അടയ്ക്കാം അല്ലെ. ഒരുപാട് സംവിധാനങ്ങൾ, ഓൺലൈൻ സർവീസുകൾ വരുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കും, ഇപ്പൊ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു, ആ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട റിമൈൻഡേഴ്സ് നമുക്ക് കൃത്യമായിട്ട് വരാറില്ലേ. ഇന്നാണ് അല്ലെങ്കിൽ നാളെയാണ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് എങ്കിൽ ഇത്ര നമ്പർ ടോക്കൺ ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, ഇന്ന ഡോക്ടറെ ഇന്ന സമയത്ത് നിങ്ങൾ കാണാനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്, ഇതിൽ റിമൈൻഡർ ആണ്, അല്ലെങ്കിൽ ഇന്ന ദിവസമാണ് ഫോളോ അപ്പിന് വരേണ്ടത് എന്നൊക്കെ പറഞ്ഞ മെസ്സേജുകളൊക്കെ ഫോണിലേക്ക് വരാറില്ലേ. അപ്പൊ അതൊക്കെ എന്താണ്, ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ സർവീസുകൾ കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടു കൂടിയാണ് സാധിക്കുന്നത്. ആ ഫോർ പേഷ്യൻസ് ആർ ഹെൽപ് ടു കീപ് ദ എൻറ്റയർ ഹോസ്പിറ്റൽ ഇൻഫോർംഡ് ഓഫ് സർട്ടൻ ഇവന്റ്സ് ദാറ്റ് ടേക്ക് പ്ലേസ് വിത്തിൻ ദ ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇവന്റ്സ്, സംഭവങ്ങൾ അല്ലെങ്കിൽ ഇവന്റ്സോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഡേയ്സ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അവയർനെസ് ക്ലാസുകൾ നടത്തുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാമ്പുകളോ അങ്ങനെ എന്തെങ്കിലും കൃത്യമായിട്ടുള്ള എക്സിബിഷൻസോ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ടെങ്കിൽ അതുമൊക്കെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇപ്പൊ എല്ലാം സോഷ്യൽ മീഡിയാസ് ഒക്കെ വഴിയാണ് അറിയുന്നത് അല്ലെ. നമ്മളത് കൂടുതലും അല്ലെ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ അറിയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിലൊക്കെ അവരുടേതായ പേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇല്ലേ.
കണ്ടിട്ടില്ലേ നിങ്ങൾ? മിക്ക ഹോസ്പിറ്റൽസിനും അവരുടേതായ പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൈകാര്യം ചെയ്യുക, അതിലൂടെയൊക്കെ നമ്മുടെ ആളുകളിലേക്ക് ഈ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഇങ്ങനെയുള്ള ഇവന്റ്സ് കാര്യങ്ങൾ അറിയിക്കുക. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ പ്രധാനമായിട്ടും ഒരു ഹോസ്പിറ്റലില് ഇവിടെ എന്ത് ചെയ്യുന്നു, അതിൽ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പേഷ്യൻസ് റെക്കോർഡ് നമുക്ക് എളുപ്പത്തിൽ ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റെന്തൊരു കാര്യവും എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്തിയെടുക്കാനും, അതുപോലെ എല്ലാ സിസ്റ്റംസും വളരെ അപ്ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമാണെങ്കിൽ എന്തൊരു കാര്യം പെട്ടെന്ന് ആവശ്യമാണെങ്കിലും അതിനൊരു നല്ലൊരു ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. സിസ്റ്റംസിനെ അപ്ഡേറ്റ് ആയിട്ട് നിർത്തുന്നു, അതുപോലെ സിസ്റ്റംസ് ഫെയിൽ ആയാൽ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് നല്ലൊരു കാര്യക്ഷമമായ ഒരു ഓൺലൈൻ സർവീസുകളാണ് അല്ലെ. എല്ലാവർക്കും സമയം നമ്മുടെ വളരെ കുറവാണ്. അപ്പൊ നമ്മൾ ഓൺലൈൻ സർവീസുകളെയാണ് കൂടുതലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഹോസ്പിറ്റൽ മേഖലയിലും ഇതുപോലെയുള്ള ഓൺലൈൻ സർവീസുകൾ എന്ത് ചെയ്യുന്നു, കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതുപോലെ ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്ന പലതരത്തിലുള്ള ഇവന്റ്സുകൾ കൃത്യമായിട്ട് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുന്നതിന് വേണ്ടിയൊക്കെ നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സഹായിക്കുന്നുണ്ട്. വേഗമായി പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റും ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റും വേഗം വച്ചു. ക്ലിയർ ആണോ? ഇതിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങൾ ആ ഒരു പോയിന്റ്സ്, ബാക്കി 1-2 പോയിന്റ്സ് അല്ലേ ഉള്ളൂ. അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ്, ഈ ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു അത് മാത്രം നമ്മൾ നോക്കിയാൽ കേട്ടോ. ഇപ്പൊ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പ്രധാനമായിട്ടും അതുപോലെ ഒരു ഡയറ്റീഷ്യന്റെ പ്രധാന റെസ്പോൺസിബിലിറ്റി എന്താണ് അതൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ ഇപ്പൊ ഒരു മെഡിക്കൽ സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട് അവരെന്താണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്, അവര് ഹെൽത്ത് പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ് ഡീൽ വിത്ത് ബ്രോഡ് റേഞ്ച് ഓഫ് സൈക്കോസോഷ്യൽ ഇഷ്യൂസ് ആൻഡ് സ്ട്രെസ് റിലേറ്റഡ് ടു കോപ്പിംഗ് വിത്ത് ഇൽനെസ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹെൽത്ത്. അതുപോലെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളത്. അതുപോലെ ഇപ്പൊ ഒരു മറ്റുള്ളവരൊക്കെ അങ്ങനെയുള്ള നോക്കിയാൽ മതി. ഫാർമസിയിൽ വരുമ്പോൾ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് എന്തിന് പ്രവർത്തിക്കുന്നു, അവർ പ്രധാനമായിട്ടും അവർ ഫോളോ ചെയ്യുന്ന സർവീസുകൾ ഏതൊക്കെയാണ്, അവർ പിന്തുടരുന്ന കുറച്ച് സർവീസുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ ചോദിക്കും കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് മാത്രം നോക്കി മനസ്സിലാക്കി വെച്ചാൽ ജസ്റ്റ് ഓരോ പോയിന്റുകൾ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മൾ ഇത്രയും സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ വരെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ്. അടുത്തൊരു മൂന്നാമത്തെ സെക്ഷൻ ആണ്, ക്ലാസിഫിക്കേഷൻ ആണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹോസ്പിറ്റൽ. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹോസ്പിറ്റലില് 3ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. ഹ്യൂമൻ റിസോഴ്സ്, ഫിനാൻസ്, അഡ്മിനിസ്ട്രേഷൻ. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, മാനവ വിഭവശേഷി അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് HR ഒക്കെ പഠിച്ചവരുണ്ടല്ലോ അല്ലെ, കേട്ടിട്ടുണ്ടാവല്ലോ ഹ്യൂമൻ റിസോഴ്സ്. അതായത് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ കൃത്യമായിട്ട് റിക്രൂട്ട് ചെയ്യുക, അവരെ നിയമിക്കുക, അവരുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, പ്രവർത്തനങ്ങള്, അവരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അങ്ങനെയുള്ള ബെനിഫിറ്റ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു താഴെത്തട്ടിലുള്ളത് മുതൽ ഉയർന്ന ലെവലിൽ നിൽക്കുന്ന എല്ലാ എംപ്ലോയീസിന്റെയും പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നോക്കാപ്പോ, this department is given the aim of recruiting efficient human resources for the hospital. ഒരു ഹോസ്പിറ്റലിലേക്ക് വളരെ കാര്യക്ഷമമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ്, മാനവ വിഭവശേഷി അല്ലെങ്കിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഭവങ്ങൾ അല്ലെ, ഓരോ സ്റ്റാഫുകളെ അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് സ്റ്റാഫുകൾ ആവശ്യമാണ് അല്ലെ, ഒരുപാട് എംപ്ലോയീസ് അവർക്ക് വേണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വളരെ നല്ല യോഗ്യതയുള്ള ജീവനക്കാരെ എന്ത് ചെയ്യുന്നു,
റിക്രൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നിയമനം നടത്തുന്നതിന് പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് കൃത്യമായ ഏത് പൊസിഷൻസ് ആണ് ഓപ്പൺ ആയിട്ടുള്ളത് ആ പൊസിഷൻസിലേക്ക് യോഗ്യതയുള്ള ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുകയും നിയമിക്കുകയും അവരുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഓൾസോ ക്രിയേറ്റ് policies and procedures that the staff have to follow in the hospital. ഒരു ഹോസ്പിറ്റലില് അവര് പ്രവർത്തിക്കുമ്പോൾ അവര് ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ സ്റ്റാഫുകള് പാലിക്കേണ്ടതായിട്ടുള്ള കുറെ പോളിസികളും പ്രൊസീജിയേഴ്സും ഉണ്ട്, കുറെ അധികം നയങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും അവർക്കത് കൃത്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യുക പറഞ്ഞു നൽകുകയും അവരെ അത് കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ സൂപ്പർവൈസ് ചെയ്യേണ്ടതൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ ഇറ്റ് എയിംസ് അറ്റ് എൻഷുറിംഗ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. അവിടെയുള്ള ഓരോ എംപ്ലോയീസ് അല്ലെങ്കിൽ ജീവനക്കാരുടെയും സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, നല്ലൊരു പ്രവർത്തന അന്തരീക്ഷമാണോ അവിടെ ഉള്ളത്. ആൻഡ് പ്രൊവിഷൻ ഓഫ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ഫോർ ദ എംപ്ലോയീസ്. അവിടെയുള്ള ജീവനക്കാരുമായി ബന്ധപ്പെട്ട് പണപരമായിട്ടാവാം അല്ലാത്ത രീതിയിലുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അവരുടെ പ്രയോജനങ്ങൾ കാര്യങ്ങൾ ബെനിഫിറ്റ്സ് ആനുകൂല്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടത് ഉറപ്പുവരുത്തേണ്ടത് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ ഇറ്റ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് കോമ്പൻസേഷൻ ഫോർ ദ സർവീസസ് റെൻഡേർഡ് ബൈ ദ എംപ്ലോയീസ്. എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അവരെന്തൊക്കെ സർവീസുകളാണോ നൽകുന്നത് ആ സർവീസുകൾക്കുള്ള കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് അതിന് തിരികെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ജോലി ചെയ്താൽ അവർക്ക് തിരികെ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കണം, ഒരു ജോലി ചെയ്താൽ അവർക്ക് എന്താ നമ്മൾ തിരികെ കൊടുക്കണ്ടേ? ഒരു എംപ്ലോയി ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കോമ്പൻസേഷൻ? സാലറി അല്ലെ, നമ്മൾ ഉദ്ദേശിക്കുന്ന കോമ്പൻസേഷൻ സാലറി ആണ് അല്ലെ. അപ്പൊ അവരും ഇതുപോലെ ഓരോ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ ആ എംപ്ലോയീസ് നമുക്ക് നൽകുന്ന സേവനങ്ങൾക്കനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യുന്നു, കോമ്പൻസേഷൻ അല്ലെങ്കിൽ സാലറികൾ പ്രൊവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിനാണ്. അപ്പൊ ഇവർക്ക് ഇത്ര സാലറി ഫിക്സ് ചെയ്യാം, ആ ഒരു സാലറി അവർ ഇങ്ങനെ ജോലികൾ കംപ്ലീറ്റ് ചെയ്താൽ അവർക്ക് ആ ഒരു സാലറി നമുക്ക് കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ ഒരു എംപ്ലോയിയുമായി ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ഈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ്? റിക്രൂട്ടിംഗ് എഫിഷ്യന്റ് ഹ്യൂമൻ റിസോഴ്സ്, വളരെ കാര്യക്ഷമമായിട്ടുള്ള വളരെ യോഗ്യതയുള്ള ജീവനക്കാരെ എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലിന് വേണ്ടി നിയമിക്കുന്നതിന് വേണ്ടി ലക്ഷ്യമിടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകളും ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ടതായിട്ടുള്ള നയങ്ങളും നടപടിക്രമങ്ങളും കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നു. അത് കൃത്യമായിട്ട് അവരിവിടെ പാലിക്കുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തൊക്കെ ഉറപ്പുവരുത്തുന്നത്, അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിന്റെയും സംതൃപ്തി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ്, നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ അവർക്ക് അവിടെ കിട്ടുന്നുണ്ടോ, അതുപോലെ തന്നെ അവരുടെ പണപരമായിട്ടുള്ളതാവാം അല്ലെങ്കിൽ അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടുന്നുണ്ട് അല്ലെ. ഇപ്പൊ PF മറ്റ് ബോണസ് അതുപോലെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടുന്നില്ലേ ഒരു സ്ഥലത്ത് ജോലി ചെയ്താല് അല്ലെ, കിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട അവാർഡുകൾ കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യന്റ് അവിടെ ഉള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു സേവനം അവർ നൽകുമ്പോൾ അതിനുള്ള തിരിച്ചുള്ള അവർക്കുള്ള പ്രതിഫലം അല്ലെങ്കിൽ സാലറി പോലെയുള്ള കാര്യങ്ങളുടെയും ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിനാണ് ഉള്ളത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഹ്യൂമൻ റിസോഴ്സ്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തതാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്തായിരിക്കും? ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള സാമ്പത്തിക വശങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. This department
handles the financial aspects of the hospital. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യുന്നു. ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ പ്ലാനുകൾ, ഫ്യൂച്ചർ ഭാവിയിലേക്കുള്ള ഹോസ്പിറ്റലിന്റെ എക്സ്പെൻസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നു, ഫിനാൻഷ്യൽ പ്ലാനുകൾ സാമ്പത്തികപരമായിട്ടുള്ള പല പദ്ധതികൾ തയ്യാറാക്കുന്നു. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹോസ്പിറ്റലിലെ ഓരോ ഡിപ്പാർട്ട്മെന്റും നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ ഫണ്ടുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസോഴ്സുകൾ എന്ത് ചെയ്യുന്നു, വിതരണം ചെയ്ത് നൽകുന്നു. And they also provide wage statements for the staff and oversee purchases of medical supplies and pharmaceutical for the hospital. ഓരോ സ്റ്റാഫുകൾക്കും വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള വേജസ് അല്ലെങ്കിൽ അവരുടെ വേതനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി നൽകുന്നുണ്ട്. അവർക്ക് അതിനുള്ള സാലറി എത്രയാണോ ആ ഒരു എമൗണ്ട് കൃത്യമായിട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓവർസീ പർച്ചേസസ് ഓഫ് മെഡിക്കൽ സപ്ലൈസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഫോർ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് വേണ്ടി നമ്മൾ മരുന്നുകൾ പർച്ചേസ് ചെയ്യും അല്ലെ, അതുപോലെ തന്നെ മറ്റ് മെഡിക്കൽ പരമായിട്ടുള്ള മറ്റ് സാധനങ്ങൾ, ഇപ്പോ മറ്റെന്തെങ്കിലും എക്യുപ്മെന്റ്സ് ആവാം, മറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആവാം, അതുപോലെ തന്നെ മറ്റെന്തൊരു സാധനവുമാണെങ്കിലും അത് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മേൽനോട്ടം വഹിക്കുന്നത് ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഹോസ്പിറ്റലിലെ എല്ലാ തരത്തിലുമുള്ള സാമ്പത്തിക വശങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് വരെയും അതിന് മുമ്പ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് വരെയും വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. ഈ ഒരു ചാപ്റ്റർ ഈ ഒരു 2 ഡിപ്പാർട്ട്മെന്റുകൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അതിനുശേഷം നെക്സ്റ്റ് ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. താങ്ക് യു.